ഉണ്ട്. കാട്ടിൽ നിന്ന് വരുന്ന മരങ്ങളൊക്കെയാണ്. ഇതൊന്നും ഇവിടെ അങ്ങ് ആരും എടുക്കത്തില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. ഉണ്ട് ഇവിടെയൊക്കെ അങ്ങോട്ട് ആനയുടെ സൗണ്ട് കിട്ടുമോ കേട്ടോ? ആനയല്ല അറിയില്ല, തൊട്ടടുത്ത് ആനയുണ്ട്. അവിടെ ആന നിൽക്കുന്ന ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇവരിവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അവിടെ രണ്ടുപേരും അങ്ങോട്ട് ആനയെ ഓട്ടിക്കാനായിട്ട് പോയിട്ടുണ്ട്. നമ്മളങ്ങനെ വയനാട് എത്തിയായിരുന്നു കേട്ടോ. വയനാട് എത്തി അവിടെ റൂമൊക്കെ എടുത്ത് ഇവിടെ മാനന്തവാടിയിൽ കോഫി ഹൗസിലാണെങ്കിലേ കോഫി ഹൗസിൽ റൂംസ് ഉണ്ട് കേട്ടോ, ലോഡ്ജ് ഉണ്ട്. അവിടെ 390 രൂപയാണ് റൂമിന് വരുന്നത്. അങ്ങനെ അവിടെ റൂമൊക്കെ എടുത്ത് അങ്ങനെ ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് വേറൊരു സ്ഥലത്തോട്ട്. അപ്പം കാഴ്ചകളൊക്കെ ഉണ്ടല്ലേ, അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. കിടിലൻ വ്യൂ ആണ്. ആകാശമൊക്കെ നോക്കിയേ, അടിപൊളിയെന്ന് അറിയാമോ. അപ്പോൾ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തൊരു ടൗണിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് അതിന് പ്ലേ ആക്കുന്നത്. വയനാടുള്ള ഹരിതഗോകുലം കാടും കാട്ടാനകളും കൃഷികളും ചെയ്യുന്ന സംസ്കൃതി. ഞാൻ പോകുന്ന വഴിക്കാണെങ്കിലേ നമ്മളെ വണ്ടി ഇവിടെ സൈഡാക്കി. ഇവിടെ ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ഇത് നോക്കി, ഒരു രക്ഷയില്ല, കിടിലം വ്യൂ ആണ്. ഇവിടെ ഇതിൻ്റെ എന്താ പറയുക, പുല്ലിൻ്റെ കൃഷിയാണെന്ന് തോന്നുന്നു.
ഈ പശുവിനും ഒക്കെ കൊടുക്കാനായിട്ട്. കണ്ടില്ലേ, നമ്മുടെ ഒരു ഏകദേശം 4-5 അടി ഹൈറ്റിൽ ഇങ്ങനെ പുല്ലിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും നല്ലോണം കാണാൻ പറ്റത്തില്ല. പക്ഷേ റോഡിൽ കൂടെ പോകുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. ഇങ്ങനെ ഏക്കർ കണക്കിന് ഇങ്ങനെ കൃഷിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം. ജസ്റ്റ് ഇത് ആ ഒരു വ്യൂ കണ്ടപ്പോൾ അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ ഞാൻ കയറി ഇറങ്ങിയെന്ന് ജസ്റ്റ് എടുത്തതാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് അടുത്ത സ്പോട്ടിലോട്ട് പോകണം. ഇപ്പം നമുക്ക് ലഞ്ച് ബ്രേക്കാണ്. ഞാൻ ഫുഡ് കഴിച്ചില്ല, പക്ഷേ നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോകണം കേട്ടോ. ലഞ്ച് ബ്രേക്ക് എടുത്തില്ല. ഇനി അവിടെ ചെന്നിട്ട് കുറച്ച് ടൈം വണ്ടിക്കകത്ത് കിടക്കും. നമ്മളങ്ങനെ കൽപ്പറ്റ എല്ലാം വഴി കറങ്ങി പിന്നെ സുൽത്താൻ ബത്തേരിയിൽ എത്തിയിട്ടുണ്ട്. സുൽത്താൻ ബത്തേരിയിലാണെങ്കിൽ ഇപ്പം ഞാൻ മാർക്കറ്റിനുള്ളിലോട്ട് തിരിയുകയാണ് കേട്ടോ. ഈ മാർക്കറ്റിനുള്ളിൽ നമ്മൾ വീഡിയോ ഒക്കെ പ്ലേ ആക്കിയിട്ടേക്കുവാണ്. അപ്പം നമ്മൾ പെയ്യാണ് പോകുന്നത്. ഞാൻ ഈ കാണുന്നത് ഫുള്ള് സുൽത്താൻ ബത്തേരിയിലുള്ള മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ മാർക്കറ്റിനുള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ സംഭവങ്ങളെല്ലാം നമുക്ക് എന്താ പറയുക, നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ നമുക്ക് കുറച്ച് വില കുറച്ചിട്ടൊക്കെ വാങ്ങിക്കാനൊക്കെ പറ്റും കേട്ടോ. അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, പിന്നെ കാട്ടു തേനുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഈ ടൂറിസ്റ്റ് പ്ലേസുകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് കുറച്ച് വിശ്വസിച്ച് നല്ല ക്വാളിറ്റി സാധനം നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മാർക്കറ്റ്, പിന്നെ മാനന്തവാടി, കൽപ്പറ്റ അങ്ങനെ ടൗണുകളിൽ മാർക്കറ്റുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ പറയുക, നല്ല സാധനം കിട്ടും. പിന്നെ മാർക്കറ്റിനും ഉള്ളിലൊക്കെ ഒന്ന് കാണുകയൊക്കെ ചെയ്യാമല്ലോ. അടിപൊളിയാണ് കേട്ടോ, നല്ല രസമാണ്. പിന്നെ എൻ്റെ ഉള്ളിൽ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തിയേറ്ററും കാര്യങ്ങളും KFC കാര്യങ്ങളും കുറേ ബ്രാൻഡ് സാധനങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, ഈ അങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ടൊക്കെ പോയാൽ ഇവിടെ KSRTC സ്റ്റാൻഡും പ്രൈവറ്റ് സ്റ്റാൻഡും ഒക്കെയാണ്. പിന്നെ കുറേ ഇങ്ങനെ ഭയങ്കര വലിയ മാർക്കറ്റാണ്. ഈ സുൽത്താൻ ബത്തേരി ടൗൺ എന്ന് പറയുമ്പോൾ ഇച്ചിരി അത്യാവശ്യം വലിയ ടൗണാണ് കേട്ടോ. സുൽത്താൻ ബത്തേരി ടൗൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ ടൗണാണ് കേട്ടോ. ഞാനിപ്പം ഹൈവേന്ന് മാറിയിട്ട് മാർക്കറ്റിനുള്ളിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. ഹൈവേയിലും ഭയങ്കര നീണ്ടു നിവർന്ന് കിടക്കുവാണ്. നല്ല രീതിയിലുള്ള ബ്ലോക്കൊക്കെ ഉള്ള ഒരു ടൗണാണ് കേട്ടോ. പിന്നെ അവിടുന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ഊട്ടി റോഡിലോട്ടൊക്കെ കയറാൻ പറ്റും. ഈ സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് കേട്ടോ നമുക്ക് ഊട്ടി റോഡിലോട്ടൊക്കെ കയറുന്നത്. മസനഗുഡി വഴി ഊട്ടിലോട്ടുള്ള റോഡ് ആയാലും എല്ലാം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുമ്പോഴാണ് കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ മാർക്കറ്റിനുള്ളിലോട്ട് കയറിയിട്ട് മെയിൻ റോഡ് കയറിയിട്ട് പിന്നെ വേറെ സ്ഥലത്തോട്ടങ്ങ് പോയിരുന്നത്. ഇത് ഫോറസ്റ്റാണ്. ഈ പോകുന്നത് ഈ റൂട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മസനഗുഡി വഴി ഊട്ടിലോട്ട് പോകാൻ പറ്റും. പിന്നെ 2 റോഡുണ്ട്. അപ്പുറത്തൂടെ പോയി കഴിഞ്ഞാൽ കറക്റ്റ് ഡയറക്റ്റ് ഊട്ടിലോട്ട് കയറുന്ന റോഡാണ്. ഇപ്പം ഞാൻ പോകുന്നത് ഫോറസ്റ്റിനുള്ളിൽ കൂടെ പോവുകയാണ്. ഇതിലും ഫോറസ്റ്റാണ്, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. ഞാൻ കുറേ മൃഗങ്ങളൊക്കെ കണ്ടു. മാനെ കണ്ടു, മയിൽ കണ്ടു, കാട്ടാനയുടെ ശകലം ഇച്ചിരി ഭാഗം മാത്രമേ കണ്ടു. നല്ലോണം കാണാൻ പറ്റത്തില്ല. പിന്നെ നല്ല സൗണ്ട് കേട്ടു കേട്ടോ, കാട്ടാനയുടെ അലറുന്ന സൗണ്ടൊക്കെ കേട്ടു. പിന്നെന്താ പറയുക,
അടിപൊളിയാണ്. ഒരു പ്രത്യേക വൈബാണ്. ഈ ഒരു റൂട്ടിൽ കൂടെ പോവുകയാണെങ്കിൽ, സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഊട്ടി റൂട്ടിലൂടെ പോവുകയാണെങ്കിൽ നല്ല കിടിലൻ വ്യൂ ആണ്. നമുക്ക് കാടിനുള്ളിൽ കൂടെയുള്ള യാത്ര എക്സ്പീരിയൻസ് ചെയ്യാം. കുറച്ച് മൃഗങ്ങളൊക്കെ കാണാം. പിന്നെ നമുക്ക് വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. വണ്ടി ഇട്ടിട്ട് നമുക്ക് ഇറങ്ങാനും പറ്റത്തില്ല. ഇവർ നടക്കുന്നുണ്ട്, ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ ഇങ്ങനെ വണ്ടിക്കകത്ത് ചെറിയൊരു ആറിങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ. വെള്ളം ഇങ്ങനെ കലങ്ങി കിടക്കുന്ന വെള്ളമാണ്. കുറേ മരങ്ങൾ, കാട്ടിലുള്ള മരങ്ങളൊക്കെ നല്ല മഴയത്ത് ഒഴുക്കത്ത് വന്ന് ഇവിടെയൊക്കെ അടിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെയായിട്ട് അടിഞ്ഞു കിടപ്പുണ്ട്. കാട്ടിൽ നിന്ന് വരുന്ന മരങ്ങളൊക്കെയാണ്. ഇതൊന്നും ഇവിടെ അങ്ങ് ആരും എടുക്കത്തില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. ഉണ്ട് ഇവിടെയൊക്കെ അങ്ങോട്ട് ആനയുടെ സൗണ്ട് കിട്ടുമോ കേട്ടോ. ആന അലറിയ തൊട്ടടുത്ത് ആനയുണ്ട്. ഈ ഇതിൻ്റെ അപ്പുറത്ത് ആനയുണ്ട് കേട്ടോ. ആന അലറിയ സൗണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ കേൾക്കാം കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കലങ്ങിയ വെള്ളമാണ്. മീനൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല. അവിടെയൊക്കെ ഇച്ചിരി നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഞാനിപ്പം കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. ജംഗ്ഷനാണ്. ഇവിടെ നമുക്ക് ഇറങ്ങി ഷൂട്ടൊക്കെ ചെയ്യാം, ഇവിടെയൊക്കെ നിൽക്കാം. അതിൽ ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങോട്ടുമൊക്കെ അടിപൊളിയാണ് അങ്ങ് വരെ കാണാനായിട്ട്. കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിടപ്പുണ്ട്. നല്ല രസമായിട്ട് കേട്ടോ കാണാൻ. പോവാം നമുക്ക് ഇവിടുന്ന്. അവിടെ ആന നിൽക്കുന്ന ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇവരിവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അവിടെ രണ്ടുപേരും അങ്ങോട്ട് ആനയെ ഓട്ടിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഇവർ റോഡിൽ തന്നെ നിൽക്കുക കേട്ടോ. അതുകൊണ്ട് ഇവിടെ തന്നെ നിൽപ്പുണ്ടെന്ന് ആന. അവർ കൂവിയും സൗണ്ടൊക്കെ ഉണ്ടാക്കി അങ്ങ് അവിടെ ആൾക്കാരിപ്പോൾ ഉണ്ട്. അവർ ഓട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇവരാണെങ്കിൽ ഇവിടെ എന്തോ പാത്രങ്ങളൊക്കെ കഴുകാൻ വന്നതാണെന്ന് തോന്നുന്നു.
ഞാൻ താമരശ്ശേരി ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കോഴിക്കോടാണ് കേട്ടോ വർക്കുള്ളത്. താമരശ്ശേരി ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇടത്തെ സൈഡിലാണെങ്കിൽ കിട്ടിലും വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. എന്താ പറയുക, ഭയങ്കര ഭംഗി കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഗോപ്രോയിൽ അത് കിട്ടില്ല. ഇവിടെ ആണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാനും പറ്റുന്നില്ല. അടിപൊളിയാണ് കേട്ടോ വ്യൂ എന്ന് പറയുന്നത്. നല്ല ഫുള്ള് ലൈറ്റ് ഇങ്ങനെ മിനിങ്ങി നിൽക്കുവാണ്. ഭംഗിയാണ് കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇവിടെ നല്ല ബ്ലോക്കുമാണ് കേട്ടോ. നല്ല രീതിയിലുള്ള ബ്ലോക്കുണ്ട്. നമ്മളിങ്ങനെ ചുരം ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരുവാണ്. താമരശ്ശേരി ചുരം അടിപൊളിയാണ് കേട്ടോ. പകലൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അതുപോലെ ഇറങ്ങുന്നതായാലും കയറുന്നതായാലും പകലാണെങ്കിൽ അടിപൊളിയാണ്. നമ്മളാണെങ്കിലേ വണ്ടി ഇവിടെ ഇങ്ങനെ സൈഡാക്കി. അവിടെ ഇവിടെ ഇങ്ങനെ ചുരം ഇറങ്ങി വരുവാണ്. ഇവിടെ ഇങ്ങനെ സൈഡാക്കി. കാരണം എന്ന് വെച്ചാൽ വണ്ടി നല്ലോണം നമ്മളെന്ന് പറഞ്ഞാൽ ബ്രേക്കൊക്കെ വെച്ച് കുറച്ച് ചവിട്ടിയാണ് ഇറക്കുന്നത് കേട്ടോ. നമ്മൾ സെക്കൻഡിലാണെങ്കിലും ചിലപ്പോൾ ഇച്ചിരി വലിഞ്ഞൊക്കെ പോവും. അങ്ങനെ വരുമ്പോൾ ഈ റിമ്മുണ്ടല്ലോ, റിമ്മ് ഓവറായിട്ട് പഴുക്കും ഇവിടെ. ഭയങ്കര ഉറുമ്പ് കേട്ടോ ഇവിടെ. പിള്ളേരെന്തോ ചോക്ലേറ്റ് എന്തോ ഇട്ടാണ്, ഭയങ്കര ഉറുമ്പ്. അപ്പോൾ ഈ റിമ്മ് ഇതുണ്ടല്ലോ, ഇത് നല്ലോണം അങ്ങ് പഴുത്തിട്ട് ഇത് വീൽ കപ്പൊക്കെ ഊരി തെറിച്ചു പോകും. അപ്പോൾ വീൽ കപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടുകമ്പി വെച്ച് കെട്ടുന്നത് നല്ലതായിരിക്കും. ഈ ടാഗൊന്നും നിൽക്കത്തില്ല, ടാഗൊക്കെ പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ ഇത് ഇച്ചിരി നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നിർത്തിയിടാം, എന്നിട്ട് എടുക്കാം കേട്ടോ. അതാണ് അവസ്ഥ. പിന്നെ നല്ല ക്ലച്ച് കരിഞ്ഞ വാടയുണ്ട്. മൊത്തം ഫുള്ള് വണ്ടികളും കയറ്റം കയറുന്ന വണ്ടി മൊത്തം ക്ലച്ച് കരിഞ്ഞ് പോകും കേട്ടോ.